ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസ് ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്. അതായത് ക്ലബ് ഫുട്ബോൾ കഴിയുകയും ചെയ്തു, ലോകകപ്പ് തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. നമുക്കറിയാം, പൊതുവിൽ എപ്പോഴും യൂറോപ്പിലെ സോ കോൾഡ് ജയൻസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡോ ബയൺ മ്യൂണിക്ക് പോലത്തെ സോ കോൾഡ് ജയൻസ് ആയിരിക്കും ഒരു സൈഡിൽ എപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഉണ്ടാവാറ്. അപ്പോൾ അത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ആർസനലും പി എസ് ജിയും വരുമ്പം പൊതുവിലെ ഫാൻസിൻ്റെ അടുത്ത് അതൊരു ചർച്ചയല്ലെങ്കിലും ആർസനൽ ആരാധകരും പി എസ് ജി ഫാൻസും ഒരുപോലെ അത് വെയിറ്റ് നിൽക്കുന്ന മത്സരം. കാരണം ആർസനൽ അവരുടെ ഫസ്റ്റ് ട്രോഫിയാണ് എയിം ചെയ്യുന്നതെങ്കിൽ പി എസ് ജി അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു മത്സരത്തെ ആരാധകർ കാത്തിരിക്കുകയാണ് നമ്മൾ ബേസിക്കലി? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാരീസ് സെയിൻറ്റ് ജെർമെൻ എന്ന് പറയുമ്പം അത്ര ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ക്ലബ്ബാണോ നമുക്കറിയില്ല. അതുപോലെ തന്നെ ആർസനൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഇഫ് ദേ ആർ ഗോയിങ് ടു വിൻ ദ ചാമ്പ്യൻസ് ലീഗ് അത് ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആർസനൽ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഒരു വെയിറ്റിംഗ് മാച്ചിനായിരിക്കും. കാരണം പാരീസ് സെയിൻറ്റ് ജെർമെൻ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂയിസ് എൻറിക് എന്ന് പറഞ്ഞ കോച്ച് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ കറൻലി മിക്കൽ ആർട്ടേറ്റ ഉള്ളത്. അതായത് ലൂയിസ് എൻറിക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ ആളുടെ എയിം എന്തായിരുന്നു? ലൈക്ക് ടു വിൻ ദാറ്റ് ചാമ്പ്യൻസ് ലീഗ്, ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കറൻലി മിക്കൽ ആർട്ടേറ്റ നിൽക്കുന്ന ആ ഒരു പൊസിഷനും ഈ ഒരു സംഭവം തന്നെയാണ്. അതായത് അതായത് ഇതുവരെ ഒന്നും അടിക്കാത്ത ആ ഒരു ചാമ്പ്യൻസ് ലീഗ് അവരെങ്ങനെ അടിക്കും എന്നുള്ളത്. ആൻഡ് ഫോർ ആർസനൽ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഈ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രഷർ എന്നുള്ളൊരു സംഭവമായിരുന്നു നമ്മൾ ആർസനലിന് ത്രൂ ഔട്ട് ദ സീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഓഫ് ദ പ്രഷറാണ് പ്രീമിയർ ലീഗ്. അവരുടെ മെയിൻ എയിം ഈ ഒരു സീസണിൽ ആ പ്രീമിയർ ലീഗ് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബാക്കി കിട്ടുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബോണസ് പക്ഷേ എന്നാലും ആ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ അച്ചീവ്മെൻറ്റ് ഓൾറെഡി ആർസനലും മിക്കൽ ആർട്ടേറ്റയുടെ ആർസനലും ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ റൈറ്റ് നൗ ഫോർ ദം ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് പ്രഷർ ഇല്ലാണ്ട് ലൈക്ക് നമ്മൾ മിക്കൽ ആർട്ടേറ്റ ഒരു ഡിഫെൻസീവ് സ്റ്റൈൽ എടുക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ കൂടിയും മിക്കൽ ആർട്ടേറ്റയ്ക്ക് ഒരു അറ്റാക്കിംഗ് ആ ഒരു സംഭവം ആളുടെ ഉള്ളിലുണ്ട്. സോ ആ ഒരു സാധനം മേ ബി ആർസനൽ ഈ ഒരു മാച്ചിൽ പക്ക ആ ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റിയിൽ കളിക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദിസ് പി എസ് സി ആൻഡ് ആർസനൽ ഇസ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആർസനലിന് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഒരു പ്രഷർ കുറവായിരിക്കും എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ പി എസ് ജിയുടെ കേസ് പറയുമ്പോൾ പി എസ് ജി തീരെ പ്രഷറില്ലാതെ ആയിരിക്കും കളിക്കുക. കാരണം ഓൾറെഡി ലീഗ് 1 ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ സീസണിൽ UCL അടിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലേ ചെയ്ത് പോവാം, വിൻ ചെയ്യുകയാണെങ്കിൽ വിൻ ചെയ്യാമെന്നുള്ളത്. മറിച്ച് ആർസനലിൽ വരുമ്പം അവിടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു പ്രഷർ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലോട്ട് വരുമ്പം സ്ക്വാഡ് ഡെപ്തിൽ മുന്നിൽ നിൽക്കുന്നത് പി എസ് ജി തന്നെയാണ്. അവരുടെ അറ്റാക്കേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് ഭയങ്കര ഡെഡ്ലി അറ്റാക്കേഴ്സാണ്. ഈ ക്വറക്സ്കേലിനൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നമുക്ക് ലൈക്ക് അത്രയും ടെക്നിക്കലി ഏബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെയാണ് മറ്റ് അറ്റാക്കേഴ്സും വരുന്നത്. ഇനി ബാർക്കോള, ഡുവേ, ഡെംബെലെ ആരും ആയിക്കോട്ടെ, ദേ ആർ പ്ലേയിങ് ഇൻ ദാറ്റ് സ്റ്റൈൽ. ഇപ്പോൾ ആർസനലിൻ്റെ പ്രഷർ എന്നല്ല ചോദിച്ചത്. ഇപ്പോൾ ആർസനലിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. അവർ ഓൾറെഡി പ്രീമിയർ ലീഗ് എന്നുള്ള ആ ടൈറ്റിൽ അച്ചീവ് ചെയ്തായിരുന്നു. പി എസ് സിക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ലൈക്ക് ഭയങ്കര സ്ക്വാഡ് ഡെപ്തുള്ളൊരു ടീമാണ് പി എസ് ജി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രഷർ കുറവാണ്. പക്ഷേ എനിക്ക് അപ്പുറത്തേക്കൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാച്ച് മേ ബി ഭയങ്കര രസമായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ സീസണൊക്കെ കഴിഞ്ഞ് ഈ ഒരു വേൾഡ് കപ്പ് ട്രാൻസിഷനിലോട്ട് പോകുന്ന ഒരു ടൈമിലാണ് ഈ 2 ടീമുകളുള്ളത്. അവരുടെ ഇനി ഡൊമസ്റ്റിക് കപ്സ് ആണെങ്കിലും ലീഗ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. 2 ടീമുകളും അവരുടെ ലീഗിൽ ചാമ്പ്യൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആർസനൽ വരുമ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഇനി പി എസ് ജി ആണെങ്കിൽ ഹാപ്പിയാണ്. ആൻഡ് ദേ ആർ ഓൾസോ ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. അതിൻ്റെ ഒരു ആധിപത്യം എന്തായാലും പി എസ് ജിക്ക് ഉണ്ടാവും. ദേ നോ വാട്ട്സ് ദ ഗെയിം, എന്താണ് ഈ സംഭവം എന്നുള്ളത് അവർ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പി എസ് ജി ഓഫ് ദ പ്രഷറാണ്. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ലൈക്ക് ആർസനൽ ഇപ്പോൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മേ ബി ഒരു കളി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ പി എസ് ജിയുടെ അറ്റാക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എപ്പോഴും അവർക്കൊരു 1 പ്ലെയർ സെൻട്രിക് ഗെയിം അല്ലെങ്കിലും അവർക്ക് എപ്പോഴും കീ ആയിട്ട് മാറാനുള്ളത് ക്വാറ്റ്സ്കേലിയ എന്നുള്ളൊരു പ്ലെയറാണ്. റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിൽ, എവിടെ അയാൾ കളിക്കുന്നു ആ ഒരു വിങ് ബേസിക്കലി അയാളുടേതാക്കി മാറ്റാറുണ്ട്. ഒരു ഡോമിനേഷനാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്ര വേൾഡ് ക്ലാസ് പ്ലെയർ ആയാലും ഒരു ഡോമിനേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവർ ഫേസ് ഓഫ് ചെയ്യുമ്പം ഈ പ്ലെയറെ പൂട്ടുക ക്വാറ്റ്സ്കേലിയ അപ്പോൾ ലെഫ്റ്റിലാണ് സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ലെഫ്റ്റിൽ കളിക്കുമ്പം ആർസനലിലെ റൈറ്റ് ബാക്കിൽ ആരായിരിക്കും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പം ബെൻ വൈറ്റ് ആണ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക്, അല്ലെങ്കിൽ ടിംബറാണ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാറുള്ളത്. ഈ 2 പ്ലേയേഴ്സും റീസെൻ്റ്ലി അവർക്ക് വേണ്ടി കളിച്ചിട്ടില്ല. ബെൻ വൈറ്റ് ഓഫ് ദ ഇഞ്ചുറിയിലാണ്. അപ്പം കഴിഞ്ഞ മത്സരങ്ങളിലാണെങ്കിൽ സുബിമെൻഡി അതുപോലെ തന്നെ നോർഗാർഡ് പോലത്തെ പ്ലേയേഴ്സൊക്കെ റൈറ്റ് ബാക്കിൽ കളിക്കുന്നു.
പാർട്ട് ടൈം ആയിട്ട് മൊസ്കോയുടെ റൈറ്റ് ബാക്കിൽ കളിക്കാറുണ്ട്. അപ്പോൾ ആരായിരിക്കും ഈ ഒരു കീ റോൾ ഏറ്റെടുക്കാനുള്ള ചാൻസ്? മോസ്റ്റ് പ്രോബ്ലി ഐ തിങ്ക് ആ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വരാൻ ചാൻസ് ഉള്ളത് മൊസ്ക്വേരയാണ്. പക്ഷേ ഈ കൊറക്സ്കേരിയ എന്ന് പറയുന്ന പ്ലെയർ റൈറ്റ് ബാക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഭയങ്കര സ്പീഡി ആയിട്ടാണ് ആളുടെ മൂവ്മെൻറ്റ്സ്, ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഹിസ് ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈവൺ ആളുടെ ടെക്നിക്കൽ എബിലിറ്റി നമ്മൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാലും ഫിസിക്കലി ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഒരു പ്ലെയറിനെ കൊണ്ട് എന്തായാലും അവിടെ ആളെ തടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ പേസ് ചെയ്ത് ആ ഒരു റണ്ണ് നടത്തുമ്പോൾ ഒരു 2v1 എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴൊക്കെയാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ദ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് ദ റൈറ്റ് ബാക്ക് ഇൻ ദാറ്റ് സോൺ. അത് മൊസ്ക്വേര ആവാം, അല്ലെങ്കിൽ സുബിമെൻറ്റി, ഡെക്ലൻ റൈസ് ആണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് സോണിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മേ ബി സുബിമെൻറ്റി ആവാം. ആഴ്സണൽ എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ മുമ്പിൽ വെച്ചിട്ട് തന്നെ ബ്രേക്ക് ചെയ്യണം. ആൾക്ക് ആ പൊസിഷനിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ആരാണോ അവിടെ കളിക്കുന്നത് ആഴ്സണലിൻ്റെ പ്ലേയേഴ്സ്, അവർക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആഴ്സണൽ ഒരു അറ്റാക്കിംഗ് ഗെയിം കളിക്കണം. അതായത് അറ്റാക്കിംഗ് ഇസ് ദ ബെസ്റ്റ് ഡിഫെൻസ് എന്നാണല്ലോ പറയാറ്. അപ്പോൾ അവർ അറ്റാക്കിംഗ് ഗെയിം ആഴ്സണലിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ PSG ഒരു റിതം മേ ബി ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ PSG നമ്മൾ അറ്റാക്കേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ പറയേണ്ടതാണ് PSG 2 വിങ് ബാക്സിൻ്റെ കേസ്. ഒരു സൈഡ് ഹക്കീമിയാണ്, മറു സൈഡ് ന്യൂനോ മെൻഡസ് ആണ്. അറ്റാക്കിലും ഡിഫൻസിലും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഇവരുടേത്. പക്ഷേ ഹക്കീമിയുടെ ഒരു ഇഞ്ചുറി നിലവിൽ PSG മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. അതായത് ആ റോൾ നമുക്ക് PSG റൈറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഇമേജ് ബേസിക്കലി ഹക്കീമിയാണ്. അതിലപ്പുറത്തേക്ക് പലപ്പോഴും എൻട്രിക്ക് പോലും മറ്റാരെയും പരീക്ഷിച്ച് കണ്ടിട്ടില്ല. പാർട്ട് ടൈം ആയിട്ട് പലപ്പോഴും ജോനവസ് കളിച്ചിട്ടുണ്ട്. ഡ്രോ ഫെർണാണ്ടസിനെ, ബാർസയിൽ നിന്ന് വന്ന ഡ്രോ ഫെർണാണ്ടസിനെ ഒരു മാച്ചിൽ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ടേജ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫേസിലേക്ക് വരുമ്പോൾ, ഒരു ഫൈനൽ മാച്ചിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ള സാധ്യതകളില്ല. അപ്പം ഹക്കീമി തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബെറാൾഡോയെ പോലുള്ള താരങ്ങൾ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ, ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, ആ ഒരു പൊസിഷനിൽ ആ ഒരു വോയിഡ് കവർ ചെയ്യാൻ ആ പ്ലെയറിനെ കൊണ്ട് പറ്റും തോന്നുന്നുണ്ടോ? അഷ്റഫ് ഹക്കീമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് PSG എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന മറ്റൊരു കീ പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി. എത്രയോ ഗോൾസ്, എത്രയോ ലൈൻ ബ്രേക്കിംഗ് പാസസ് ആൻഡ് ആളുടെ പേസ്. PSG എല്ലാ പ്ലേയേഴ്സിൻ്റെയും പ്രത്യേകതയാണ് അവർക്കൊരു പ്രത്യേകതരം ദേ ഹാവ് ദാറ്റ് പേസ്. ഇനി ആ പേസ് കൊണ്ട് അവർ ഡിഫെൻസും അവർ കവർ ചെയ്യും ആൻഡ് അറ്റാക്കിങ് ആ ഒരു കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സാണ് PSG എല്ലാ പ്ലേയേഴ്സും. അപ്പോൾ അഷ്റഫ് ഹക്കീമിനെ പോലത്തെ ഒരു പ്ലെയർ റൈറ്റ് വിങ്ങിൽ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും PSG സംബന്ധിച്ചിടത്തോളം, ഇറങ്ങുന്നില്ലെങ്കിൽ PSG സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അഷ്റഫ് ഹക്കീമിക്ക് പകരം ഈ ബെറാൾഡോ ഈ പറയുന്ന പോലെ ലൂയിസ് എൻറിക്ക് ഒരുപാട് ഒരു ടൈം കൊടുത്തിട്ടില്ല, ഒരു പ്ലേയിങ് ടൈം ബെറാൾഡോക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ബെറാൾഡോ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് ബെറാൾഡോ കുറിച്ച് മനസ്സിലായത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ്. ആൾ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ ഡിഫെൻസ്, അതെ, സെൻറ്റർ ബാക്ക് റോളുകളൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷേ അഷ്റഫ് ഹക്കീമിക്ക് പകരമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. കാരണം അഷ്റഫ് ഹക്കീമിനെ പോലത്തെ ഇപ്പോൾ ആ ഒരു വിങ്ങിൽ അറ്റാക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പം അഷ്റഫ് ഹക്കീമിനെ പോലത്തെ ഒരു പ്ലെയർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്സണലിൻ്റെ ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ആഴ്സണൽ നമുക്കറിയാം. ലൈക്ക് ഈ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും അവർ ഡിഫെൻസീവ് സോണ് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിൽ സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റിതം ഡിഫെൻസിൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ ഉണ്ടാകുമ്പോൾ മേ ബി ആഴ്സണൽ ഒരു ഡിഫെൻസീവ് ഗെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അഷ്റഫ് ഹക്കീമി. അപ്പോൾ ആൾക്ക് പകരം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് പകരമാവുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ഇപ്പം PSG കേസ് നമ്മൾ സംസാരിക്കുന്നു. PSG ഒരുപാട് മാച്ച് വിന്നേഴ്സ് ഉണ്ട്. മിഡ്ഫീൽഡിലാണ് വിറ്റീനി ഉണ്ട്, ജാവോ നെവസ് ഉണ്ട്, ഫാബിയാൻ റൂയിസ് ഉണ്ട്. ഈക്വൽ കോൺട്രിബ്യൂഷൻ നടക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ആ ഒരു 11-ലുണ്ട്. മറുപുറത്ത് ആർസണലിലേക്ക് പോകുമ്പോഴും ഈ സീസണിലുടനീളം നമ്മൾ കണ്ടത് കുറച്ച് പേരുകളുടെ സെൻട്രിക്കാണ് കളിയെങ്കിലും ഓരോ മത്സരത്തിലും ഓരോരുത്തർ നന്നായി മിന്നുന്നു. പലപ്പോഴും ബെഞ്ചിൽ നിന്ന് ട്രൊസാർഡിനെയും മാർട്ടിനെലിയും പോലുള്ള പ്ലെയേഴ്സ് കളിക്കുന്നു. ചില മത്സരങ്ങൾ അത് എസ്സെ ആയിരിക്കും, ചിലപ്പോൾ സാക്ക ഏറ്റെടുക്കും. എങ്കിലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന 1-2 പേരുകളിൽ ഒന്ന് സുബിമെൻറ്റിയാണ്, മറ്റൊന്ന് റൈസാണ്, പിന്നെ ഡിഫൻസിൽ ഇപ്പം സലീബ ഗബ്രിയേൽ ഉണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഡേവിഡ് റയ എന്നുള്ളൊരു മാൻ ഉണ്ട്. അതായത് തോൽക്കേണ്ട മത്സരം തോൽക്കുമ്പോൾ ഉറപ്പിച്ച മത്സരം ഒറ്റയ്ക്ക് ജയിപ്പിക്കുക എന്ന് പറയും. അതൊരു ഗോൾ കീപ്പർ ആകുമ്പോൾ അത് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും. അപ്പം റയയുടെ ഒരു പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും?
ഓഫ് കോഴ്സ് ഈ മത്സരത്തിൽ നിർണായകമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറ്റാക്കേഴ്സ് നമുക്കറിയാം PSG യുടെ ഏത് സൈഡിൽ നിന്നാണ് ഷോട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും കൺവേർഷൻ റേറ്റും അതേപോലെ തന്നെ ഷോട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാർക്കോള ആയിക്കോട്ടെ, ഡെമ്പേല ആയിക്കോട്ടെ, ഒരസ്കില ആയിക്കോട്ടെ, ഇനി ഡുവെ ഇറങ്ങുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ദേ ഹാവ് ദർ കൺവേർഷൻ റേറ്റ് ആൻഡ് ആ ഒരു കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഡേവിഡ് റായ എന്നുള്ള ഒരാളുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. പക്ഷേ ഡേവിഡ് റായ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ്. ഐ തിങ്ക് 19 ക്ലീൻ ഷീറ്റ്സ് റൈറ്റ് ഫോർ ആഴ്സണൽ. 19 ക്ലീൻ ഷീറ്റ്സ് ആൾ നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ആഴ്സണൽ ഇസ് ദ ടേബിൾ ടോപ്പർ റൈറ്റ് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ അതിലൊക്കെ ഒരു കീ റോളുള്ള പ്ലെയർ തീർച്ചയായിട്ടും ഡേവിഡ് റായ തന്നെയാണ്. അപ്പോൾ ഡേവിഡ് റായൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ എന്തായാലും നിർണായകമായിരിക്കും. കാരണം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റൂണി പറഞ്ഞൊരു സംഭവമുണ്ട്. മിക്കൽ ആർട്ടേറ്റ പലപ്പോഴും നമ്മൾ ഈ ഒരു ഡിഫെൻസീവ് സ്റ്റൈലാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ആള് അറ്റാക്കിംഗ് സ്റ്റൈൽ കളിച്ചിട്ടുള്ളൊരു കോച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് പ്ലേയിങ് ദാറ്റ് അറ്റാക്കിംഗ് സ്റ്റൈൽ കാര്യങ്ങൾ ആൾ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മാച്ച് ഹറാം ഫുട്ബോൾ കാര്യങ്ങളെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഒരു മാച്ച് വന്നപ്പോൾ ആഴ്സണൽ വാസ് പക്ക അറ്റാക്കിംഗ് സ്റ്റൈൽ കളിച്ചിട്ട് ആളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളത് പരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ആൾ ഈ ഒരു ഡിഫെൻഡിങ് സ്റ്റൈലിലോട്ട് ആൾ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫെൻഡിങ് സ്റ്റൈൽ ആൾ കളിക്കുമ്പം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പ്ലെയർ ആരാണ്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ ഗോൾ കീപ്പർ. അപ്പോൾ അതിൽ ഡേവിഡ് റായ മിക്കൽ ആർട്ടേറ്റയുടെ കൂടെ നിന്ന് അത് ഒരു സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് റായ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിലും ഐ ബിലീവ് ദാറ്റ് ഡേവിഡ് റായൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ മാച്ചിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത്. അതുപോലെ ഏതാണ്ട് സെൻട്രൽ ബാക്ക് പെയറിങ് നമുക്കറിയാം സലീബ ഗബ്രിയൽ ആയിരിക്കും. റൈറ്റ് ബാക്കിൽ ഇപ്പോഴത്തെ ഒരു ഫിറ്റ്നസ്സും അതേപോലെ ആ എജിലിറ്റി ഒക്കെ വെച്ചിട്ട് മൊസ്ക്വേര ആയിരിക്കും. റയ ഒരു മാറ്റത്തിന് സാധ്യതയില്ല. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പല അസ്യൂംഡ് ലൈനപ്സിലും ചില ആളുകൾ ലൂയിസ് കില്ലിയെ പറയുമ്പോൾ മറ്റു ചിലർ കലഫിയോറിയെ പറയുന്നുണ്ട്. ലൂയിസ് കില്ലിയെ കുറച്ചുകൂടി മുന്നിലേക്ക് പുഷ് ചെയ്ത് സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോളിൽ പറയുന്നുണ്ട്. ആളുടെ ആ റോളിലെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആള് ആ ഒരു സ്പേസ് നന്നായി യൂട്ടിലൈസ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. ആരായിരിക്കും ഇതിലൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റുക? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മേ ബി ഇൻകാപ്പിയും ഒരു സബ്ബായിട്ട് ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് കാലഫിയോറി തന്നെ ആയിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് ലെവലിൽ കാലഫിയോറി തന്നെ ആവും വരിക. പിന്നെ ഈ ലൂയിസ് കെല്ലി പറഞ്ഞ പോലെ ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലാണ് ഇപ്പോൾ ഈ ഡേറ്റ് ഒരുപാട് കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഡെക്ലൻ റൈസ്, സുബിമെൻറ്റി ആ ഒരു സംഭവം അവിടെ വർക്കൗട്ട് ആവുക. ബട്ട് ലൂയിസ് കെല്ലി ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിച്ചിട്ടില്ലെങ്കിലും റീസെൻ്റായിട്ട് ആഴ്സണൽ സ്റ്റേബിളായിട്ട് ഇറക്കുന്ന ഒരു പ്ലെയർ ആ ഒരു പൊസിഷനിൽ കാലഫിയോറി തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും PSG വരുമ്പോഴും മിക്കൽ ആർട്ടേറ്റ കാലഫിയോറി ഇറക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ട് ഓപ്ഷനുള്ള മറ്റൊരു പൊസിഷനാണ് ബേസിക്കലി ആർസണലിന്റെ കൺസെപ്റ്റ് സ്ട്രൈക്കർ എന്നുള്ളത്. വിക്ടർ യോക്കറസ് എന്നൊരു പ്രൊഫിലിക് സ്ട്രൈക്കർ അവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും കെ ഹാവേർട്സ് എന്ന ഒരു ഫാൾസ് നയൻ കളിക്കാൻ എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളൊരു പ്ലെയറിന് ആർട്ടേറ്റയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ട്, ഒരു ഇത്രയും ക്രൂഷ്യൽ മാച്ച്, ഒരു ഡു ഓർ ഡൈ മാച്ചാണ്, ഇതിലപ്പുറത്തേക്ക് ഇതിലൊരു സെക്കൻഡ് ലെഗ് പോലും ഇല്ല, ഒരു ചാൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഇതിൽ ആരെ സ്റ്റാർട്ട് ചെയ്തിരിക്കാനാണ് സാധ്യത? ഹാവേർട്സ് ആയിരിക്കും വരിക അല്ലെങ്കിൽ യോക്കറസ് ഫ്രം ദ ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളത്? യോക്കറസ് ആണിപ്പോൾ നിലവിൽ ആഴ്സണലിൻ്റെ ഈ ഒരു ഇതിൽ ലെവലിൽ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം കായ് ഹാവേർട്സ് എനിക്ക് തോന്നുന്നു ഏരിയൽ ഡൊമിനൻസിലൊക്കെ ഒന്നും കൂടെ ബെറ്റർ ഹാവേർട്സ് ആണ്. അതുപോലെ തന്നെ ബോക്സിലുള്ള ആ ഒരു മൂവ്മെൻറ്റ്സും ടച്ചസിലൊക്കെ യോക്കറസ് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ പ്ലെയർ ആയിട്ട് എനിക്ക് പലപ്പോഴും യോക്കറസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹാവേർട്സ് ഒന്നും കൂടിയും ബെറ്ററാണ്. ഒന്നും കൂടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇതാക്കുന്ന രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഹാവേർട്സ് ഇസ് ബെറ്റർ ദൻ യോക്കറസ്. പക്ഷേ യോക്കറസ് ഈ പറഞ്ഞ പോലെ പല ക്രൂഷ്യൽ മൂവ്മെൻറ്റ്സിലും ആഴ്സണലിന് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറും കൂടെയാണ്. അപ്പോൾ റീസെൻ്റ്ലി മിക്കൽ ആർട്ടേറ്റയുടെ ആ ഒരു മിക്കൽ ആർട്ടേറ്റ അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു പ്ലെയർ യോക്കറസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാലഫിയോറി ആവുമെന്നുള്ളത് പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്. ബട്ട് ഇപ്പം ലൈക്ക് ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അപ്പം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്ട്രൈക്കിംഗ് സോണാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സോണ്. അപ്പോൾ അവിടെ യോക്കറേസിന് ഇറക്കോ കായ് ഹാവേർട്സിന് ഇറക്കോ എന്നുള്ളത് മിക്കൽ ആർട്ടേറ്റൻ്റെ ഡിസിഷൻ പോലെ ഇരിക്കും. ബട്ട് ഐ തിങ്ക് ഹാവേർട്സ് ഒന്നും കൂടി ഏരിയൽ ഡോമിനൻസും ആളുടെ ഫ്ലെക്സിബിലിറ്റിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാവേർട്സ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് യോക്കറസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ട്രൈയിനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതും ശരിയാണ്. ഏറ്റവും ബേസിക് ആയിട്ട് മീൻസ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫ്ലാങ്ക് ആണ്. കാരണം ലെഫ്റ്റ് ഫ്ലാങ്കിൽ ആർട്ടേറ്റയ്ക്ക് കീഴിൽ ഈ സീസണിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ മഡ്വേക്കെ
ചില ടൈമിൽ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കാറ്. സാക്ക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മഡ്വെക്ക വരാറുണ്ട്, ട്രൊസാഡിനെ കണ്ടിട്ടുണ്ട്, മാർട്ടിനെലി വരാറുണ്ട്, അതിലപ്പുറത്തേക്ക് എസ്സെ പലപ്പോഴും ആ റോൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 4-5 ഓപ്ഷൻസ്, അതൊരു വലിയ ഓപ്ഷൻ ആർട്ടറ്റയ്ക്ക് മുമ്പിലുള്ള ഒരു പൊസിഷനാണത്. അപ്പം ഈ ഒരു ഫോർമേഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആവാൻ സാധ്യതയുള്ളതും വിങ്ങേഴ്സാണ്. കാരണം നമുക്കറിയാം ആർസനലിലെ അറ്റാക്ക് പലപ്പോഴും ഒരു വിങ് ഓറിയൻറ്റഡ് ആണ്. ഒരു സെൻറ്റർ സ്ട്രൈക്കറിലേക്ക് ബോൾ എത്തുന്നതിന് പകരം വിങ്ങിലൂടെയുള്ള ഒരു പേസി അറ്റാക്കാണ് അവർ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതിന് ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആരായിരിക്കും? എസ്സെ ആയിരിക്കുമോ, അതല്ലെങ്കിൽ ട്രൊസാഡ്, മാർട്ടിനെല്ലി പോലുള്ള സ്ഥിരം പരീക്ഷണങ്ങളായിരിക്കുമോ ഏറ്റെടുക്കാൻ ചാൻസ് ഉള്ളത്? എനിക്ക് ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇപ്പം മാർട്ടിനെല്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ ആളത്ര ഗോൾ സ്കോറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ബട്ട് ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ ആൾ 6 ഗോൾസ്, ഐ തിങ്ക് 6 ഗോൾസ്, ഐ എം നോട്ട് ഷുവർ, 6 ഗോൾസും കാര്യങ്ങളും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ്സെനെ എപ്പോഴും ആ ഒരു മിഡിൽ പ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആൾ പലപ്പോഴും നമ്മൾ പല ഗെയിമിലും കണ്ടിട്ടുണ്ട് എസ്സെ അവിടെ നിന്ന് എപ്പോഴാണ് ഓപ്ഷൻ കിട്ടുന്നത്, ഹി ഗോസ് ഫോർ ദ ഷൂട്ട്. ആൾ ഷൂട്ട് ചെയ്യും, ആൾ അറ്റംപ്റ്റ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. സോ ഐ തിങ്ക് എസ്സെ ഈസ് ഓൾവേസ് ബെറ്റർ പ്ലേസ്ഡ് ഇൻ ദ മിഡ്ഫീൽഡ്. ഇപ്പോൾ സാക്കിനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ് വെൻഡോയ്ക്കിനെ പലപ്പോഴും ലെഫ്റ്റിൽ ട്രൈ ചെയ്യാറുണ്ടെന്നുള്ളത്. ഇപ്പോൾ റൈറ്റിൽ സാക്കിനെ ഇറക്കുകയാണെങ്കിൽ സാക്കി ഇപ്പോൾ റീസെൻ്റ്ലി ആർസനലിൻ്റെ ഒരു സ്റ്റാർ ബോയ്, കുറേ കാലം ഒരു പെർഫോമൻസിൽ എവിടെയൊക്കെ ഒരു ഡിപ്പ് വന്നിട്ട് ആൾ സ്കോർ ചെയ്ത് ആർസനലിലെ പല മാച്ചിലും ക്രൂഷ്യൽ മാച്ചിൽ വിൻ ചെയ്യിപ്പിച്ചൊരു പ്ലെയറാണ് സാക്ക. അപ്പോൾ ഇഫ് ബുക്കായോ സാക്ക ഈസ് ദെയർ ഇൻ ദ റൈറ്റ്, ഐ തിങ്ക് വെൻഡോയ്ക്ക് മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ ഇൻ ദ ലെഫ്റ്റ്. ആൾക്ക് ആ ലെഫ്റ്റ് നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അതർവൈസ് ഐ തിങ്ക് മിക്കൽ ആർട്ടേറ്റ വുഡ് ഗോ ഫോർ മാർട്ടിനെല്ലി. ഇപ്പോൾ നമ്മുടെ ആർസനൽ PSG ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കാർഡുകളൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ വരുന്നൊരു കമൻ്റ് ഉണ്ട്, അതൊരു പ്യുവർ ത്രാഷിങ് ആയിരിക്കും. അതായത് PSG എങ്ങനെയാണോ ഇന്റർ മിലാനെ തീർത്തത് അതിലും ബ്രൂട്ടലായിരിക്കും ഒരു പക്ഷേ ആർസനലിനെതിരെയുള്ള മത്സരം എന്നുള്ളത്. പക്ഷേ മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ആർസനലിൽ അവരുടെ ഡിഫെൻസീവ് ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ PSG മേലെ ഡോമിനേഷൻ നേടിയെടുക്കാൻ പറ്റും. കാരണം PSG ഇതുവരെ നേരിട്ട അറ്റാക്ക് ഡിഫെൻസീവ് ലൈൻ അല്ല ആർസനലിത്. കാരണം ആർസനൽ അത്രയും ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് എന്ന പോലെ ലോ ബ്ലോക്ക് ആണെന്ന് വെച്ചാൽ ലോ ബ്ലോക്ക് അല്ല, എന്നാൽ സോളിഡ് ആണെന്ന് വെച്ചാൽ സോളിഡ് ആയിട്ടുള്ള പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സോളിഡ് ബാക്ക് ലൈനുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മാച്ച് അത്രയും ഫിയേഴ്സി ആയിരിക്കും, അത്രയും ഈക്വൽ, കൊണ്ടും കൊടുത്തും കളിക്കാന്ന് പറയും. അങ്ങോട്ടേക്ക് അറ്റാക്ക് വരും, ഇങ്ങോട്ടേക്ക് അറ്റാക്ക് വരും, അവിടെയും അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ബാക്ക് ലൈനാണ്. ഇപ്പോൾ ഈ ഒരു മാച്ച് ഒരുപക്ഷെ ക്രൂഷ്യലായിട്ട് ഡിസൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് രണ്ട് ടീമിനും മിഡ്ഫീൽഡാണ്. അപ്പം ഒരു അറ്റത്ത് ജാവോ നെവസ് ആൻഡ് വിറ്റീനിയ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷനാണ്, മറുപുറത്ത് ഡെക്കലൻ റൈസും ഉണ്ട്, കൂടെ സുബിമെൻഡി ആയിരിക്കും പാർട്ട്ണർ ചെയ്യുക. ഇതിലൊരു ബെസ്റ്റ് മിഡ്ഫീൽഡർ ഡുവോ ഏതായിരിക്കും ഈ രണ്ട് പെയറിങ്ങിൽ? എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ കറൻ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഗോ ഫോർ നെവസ് ആൻഡ് വിറ്റീന. കാരണം ഏറ്റവും പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡായിട്ടാണ് എനിക്ക് നെവസിനെയും വിറ്റീനയും പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആൻഡ് വിറ്റീന ഈസ് എ വേൾഡ് ക്ലാസ് ഡിഫൻസർ. ആളുടെ ഡിഫെൻസീവ് എബിലിറ്റി എന്ന് പറയുമ്പം ബോൾ ബിൽഡ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ആ ഒരു അറ്റാക്ക് പോകുന്ന രീതിയാണെന്നുണ്ടെങ്കിലും വിറ്റീന ഈസ് എ വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡർ. അപ്പോൾ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് നെവസ് ആൻഡ് വിറ്റീന ഒരു മിഡ്ഫീൽഡ് ഡുവോ എന്ന് പറയുമ്പം. ബട്ട് ഈ പറഞ്ഞ പോലെ ഡെക്ലൻ റൈസാണ് പല മാച്ചുകളിലും ആർസനലിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡെക്ലൻ റൈസ് സുബിമെൻഡി കോംബോ ഈസ് ഓൾസോ ഗുഡ്. ഇനി ഇപ്പോൾ ഇവർ ഡിഫെൻസീവായിട്ടായിരിക്കും ആർസനൽ കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ആർസനൽ ഡിഫെൻസീവായിട്ട് കളിച്ച് കഴിഞ്ഞാലും ട്രാൻസിഷണൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ മിക്കൽ ആർട്ടേറ്റ ഈ മാച്ചിൽ ഹി വുഡ് പ്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്കൽ ആർട്ടേറ്റ എന്ന് പറയുന്ന കോച്ച് ഗോർഡിയോളൻ്റെ അണ്ടർന്ന് വന്നൊരു കോച്ചാണ്. സോ ആൾക്ക് ആ ശൈലി നന്നായിട്ട് അറിയാം, അറ്റാക്ക് ചെയ്ത് എങ്ങനെ പ്ലേയേഴ്സിനെ കളിപ്പിക്കണം എന്നുള്ളത് ആൾക്കറിയാം. പക്ഷെ പലപ്പോഴും ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ഗോള് വഴങ്ങിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സ് അവരുടെ മെൻറ്റാലിറ്റി ടിപ്പാണ് പലപ്പോഴും പ്രശ്നമാവാറുള്ളത്. അപ്പോൾ ഈ ആർസനൽ സ്കോർ ഒരു ഗോളൊക്കെ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ മേ ബി ആർസനൽ ഗെയിം ഡൊമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡിഫെൻസീവ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആർസനലിൻ്റെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ ഈ യൂറോപ്യൻ ടോപ്പ് ക്ലബ്സിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ക്ലബ്സും ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണ്? ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ഡിഫെൻസീവ് എബിലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഡിഫെൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇല്ല എന്നുള്ളത്. ആൻഡ് ഇത്രയും നേരം ഡിഫെൻഡ് ചെയ്തൊരു ഗെയിം കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഏറ്റവും കൂടുതൽ പ്രഷറും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആ എൻഡ്യൂറൻസും വേണ്ട ഒരു സംഭവമാണ് ഡിഫെൻഡിങ് ആ ഒരു സംഭവം കളിക്കുക എന്നുള്ളത്. അതിൽ ആർസനൽ ഈ സീസണിൽ സക്സസ്ഫുൾ ആയിരുന്നു. അവരുടെ ക്ലീൻ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാലും ആൻഡ് ഓൾസോ ചാമ്പ്യൻസ് ലീഗിൽ എത്രയോ മാച്ചസ് ക്ലീൻ ഷീറ്റാണ് അവർക്ക്. 6 ഗോൾ മാത്രം വഴങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഗബ്രിയൽ എന്ന് പറയുന്ന പ്ലെയറും വില്യം സാലിബ എന്ന് പറയുന്ന പ്ലെയറും അവർ അത്രയും കോൺക്രീറ്റ് ആയിട്ടാണ് ആ ഒരു ഡിഫെൻസ് സോൺ അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ മേ ബി ആർസനൽ ഒരു ഗോൾ ഫസ്റ്റ് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിഫെൻസിലോട്ട് പോയി കഴിഞ്ഞാലും
PSG അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. ബട്ട് കൂടെ തന്നെ ആഴ്സണലിൻ്റെ ആ ഒരു ട്രാൻസിഷണൽ അറ്റാക്ക് വന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആഴ്സണലിന് വീണ്ടും അത് അഡ്വാൻറ്റേജ് ആവും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇന്റർ മിലാനെ ത്രാഷ് ചെയ്ത പോലെ PSG ത്രാഷ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് അല്ല പ്രീമിയർ ലീഗ് അടിച്ചിട്ടാണ് ആഴ്സണൽ വരുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി എന്തായാലും ആഴ്സണൽ കാണിക്കാൻ നിൽക്കില്ല. വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് ഫ്രം ആഴ്സണൽ. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ത്രാഷിംഗ് ഗെയിം. മേ ബി ഒരു 2-1 അങ്ങനത്തെ ഒക്കെ ഒരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഹെഡ് ടു ഹെഡ് അങ്ങനെ ഒരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻ ബിറ്റ്വീൻ ആഴ്സണൽ ആൻഡ് PSG.